മുൻ മന്ത്രിയായിരുന്ന ഡോക്ടർ എം കെ മുനീർ ഒരു ഇൻ്റർവ്യൂവിനിടയിൽ പറയുന്നുണ്ട്, എനിക്ക് 30-ാം വയസ്സിൽ ഡയബറ്റിസ് ഞാൻ ഡയഗ്നോസ് ചെയ്തതാണ്, പക്ഷെ ഞാനത് ശ്രദ്ധിച്ചില്ല, ഞാൻ ശ്രദ്ധിക്കാതെ വിട്ടു. പിന്നെ അത് ന്യൂറോപ്പതിയായി. ഞാൻ ഇന്ന് അനുഭവിക്കുന്ന കുറേ ബുദ്ധിമുട്ടുകൾക്ക് കാരണം അതാണ്. എനിക്കിപ്പോൾ തോന്നുന്നു അന്ന് ഞാൻ കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കേണ്ടതായിരുന്നു എന്ന്. ഇങ്ങനെ വിചാരിക്കുന്ന കുറേ മനുഷ്യരുണ്ടാകും. അപ്പോൾ നിങ്ങളൊരു ഏർലി സ്റ്റേജിൽ പ്രമേഹം നിങ്ങൾക്കുണ്ടെന്ന് അറിഞ്ഞാൽ എങ്ങനെ അതിനെ ശ്രദ്ധിക്കണം? യൗവനത്തിൽ പ്രമേഹം വരുന്നതും ഒരു 60കൾക്ക് ശേഷം അല്ലെങ്കിൽ 70കളിൽ പ്രമേഹം വരുന്നതും ഇത് വ്യത്യാസപ്പെടുന്നുണ്ടോ? ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30 വയസ്സിൽ ഡയബറ്റീസ് ഉണ്ടാകുന്നതും 60 വയസ്സിൽ ഡയബറ്റീസ് ഉണ്ടാകുന്നതിൽ ക്വസ്റ്റ്യൻ ചോദിച്ചല്ലോ, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ബിക്കോസ് ഡയബറ്റീസിൻ്റെ എല്ലാവിധ കോംപ്ലിക്കേഷൻസും ഡ്യൂറേഷൻ ഡിപ്പെൻഡൻ്റ് ആണ്. അതായത് ഡയബറ്റീസ് ദീർഘകാലം നിൽക്കുമ്പോഴാണ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ അത് റെറ്റിനോപ്പതി, കണ്ണ്, വൃക്ക, ഹാർട്ട്, ഇതെല്ലാം അഫക്റ്റ് ആകുന്നത് ദീർഘകാലം ഡയബറ്റീസ് നിൽക്കുമ്പോഴാണ്. അപ്പോൾ 30 വയസ്സിൽ ഡയബറ്റീസ് തുടങ്ങിക്കഴിഞ്ഞാൽ ആ ആൾ 60 വയസ്സ് വരെ 70 വയസ്സ് വരെ ജീവിക്കുമ്പോൾ ഇൻവേരിയബിളി കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ബിക്കോസ് ഡ്യൂറേഷൻ ഓഫ് ഡയബറ്റീസ് 20 വർഷം 30 വർഷം. പക്ഷേ 60 ഇയേഴ്സിലൊക്കെയാണ് നമുക്ക് ഡയബറ്റീസ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് നമ്മുടെ ലൈഫ് സ്പാൻ മേ ബി 75 to 80 ഇയേഴ്സേ ഉള്ളൂ. അപ്പോൾ അവിടെ ഡ്യൂറേഷൻ ഓഫ് ഡയബറ്റീസ് 15 ഇയേഴ്സേ ഉള്ളൂ. സോ ഒരു കോംപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകളും കുറവാണ്. സോ അതാണ് ആ പോയിൻ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ യങ് ഏജിൽ ഡയബറ്റീസ് വരുന്നതിനെ നമ്മളിപ്പം വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നത്. കാരണം നമ്മുടെ യങ്ങർ ജനറേഷൻ മുഴുവൻ ഡയബറ്റീസ് ആവുകയും ഒരു 10-30 വർഷം അവർ ജീവിച്ച് കഴിയുമ്പോൾ അവർക്ക് എല്ലാവർക്കും ഈ ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് പോകുന്നു, നമ്മുടെ ഹെൽത്ത് കെയർ എക്സ്പെൻഡിച്ചർ ഇനോമസ് ആയിട്ട് കൂടുന്നു. നമ്മുടെ ഒരു നല്ലൊരു ജനത തന്നെ ഈ അസുഖത്തിന് അടിമപ്പെട്ട് ആകെ ഇതാവും.